പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം കേട്ടോ. ഒത്തിരി നമുക്ക് നന്ദി പറയാം. എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതിന്, വേദനകളിൽ കരുത്താകുന്നതിനൊക്കെ നമുക്ക് നല്ല തമ്പുരാന് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയാണ്, ഒരു ചേച്ചി, ഒരു ഹിന്ദിക്കാരി ചേച്ചി 3 മക്കളും കൂടെ എന്നെ കാണാൻ വന്നു. ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കാനും പ്രാർത്ഥന ചോദിക്കാനും വേണ്ടി വന്നു. എന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ, അവരുടെ വീട്ടിൽ ഇങ്ങനെ രാത്രി ആവുമ്പോഴേക്കും ഇങ്ങനെ കറുത്ത രൂപങ്ങൾ വന്നു പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഭയപ്പെടുകയാണ്. അമ്മ മാത്രം കാണുവാണെങ്കിൽ കുഴപ്പമില്ല, ഈ 3 മക്കളും കാണുകയാണ്, ഭർത്താവും കാണുകയാണ്. വാടക വീടാണ്. ഈ കറുത്ത രൂപങ്ങൾ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭയമാണ്. ആ വാടക വീടിനാണെങ്കിൽ നിസ്സാര ഇതുള്ളൂ, വാടകയുള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും താങ്ങാൻ പറ്റത്തില്ല, സാധു കുടുംബമാണ്. അപ്പം അതുകൊണ്ട് അച്ഛാ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ബന്ധിച്ച് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ ഈ അന്നാം വെള്ളം, ഞാൻ വെഞ്ചരിച്ച അന്നാം വെള്ളം ഉണ്ട് ഇവിടെ. അപ്പോൾ അന്നാം വെള്ളം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവരോട് വീടിൻ്റെ എല്ലായിടത്തും തളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ 2-3 ദിവസം തളിച്ചു. ഇന്നലെ വന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ, ആ അന്നാം വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചതിൽ പിന്നെ വീട്ടിൽ പിന്നെ അങ്ങനെ ഒരു രൂപത്തെ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഭർത്താവ് ഒരു ദേഷ്യപ്രകൃതക്കാരനായിരുന്നു, പക്ഷെ അദ്ദേഹം ഇപ്പോൾ ദേഷ്യപ്പെടുന്നുമില്ല. വീട്ടിൽ കംപ്ലീറ്റ് സമാധാനമാണ്, സന്തോഷമാണെന്നാണ്. ഈശോ എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അപ്പോൾ വീട്ടിൽ സംഭവിക്കും, അത്ഭുതങ്ങളുണ്ടാകും. നിയമാവർത്തനം 28:7, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഈശോയോട് ചേരുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട്. ഒരു വിടുതൽ തരാൻ, ഡെലിവറൻസ് തരാൻ കർത്താവിനെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റൂല. മാർക്കോസ് 5 ഗരസേനരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അതിഭീകരനായ ഭയങ്കരനായൊരു പൈശാചിക അരൂപി, ലഗിയോൻ ബാധിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നിൽ, ഈശോയുടെ മുന്നിൽ വന്നപ്പോൾ മുട്ടുമടക്കാണ്. ദൈവപുത്ര, നീ ഞങ്ങളുടെ കാര്യങ്ങളിൽ എന്തിനു ഇടപെടുന്നു? കർത്താവ് ആ പിശാചിനെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പന്നിക്കൂട്ടങ്ങളിലേക്ക് അയച്ചു. കർത്താവാണ് മൈറ്റി ഡെലിവറർ. ശക്തനായ വിടുതൽ നൽകുന്നത് കർത്താവ് മാത്രമുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് വിടുതൽ വേണ്ട മേഖലകളിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈശോയിലേക്ക് വരിക, ഈശോയെ ആരാധിക്കുക, അവിടുത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പിശാചിൻ്റെ പിടിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.